ബൈബിൾ ശരിക്കും സത്യമാണോ എന്നതാണ് ക്വസ്റ്റ്യൻ. അതെ, ബൈബിൾ തീർച്ചയായിട്ടും സത്യമാണ്. പല കാലഘട്ടങ്ങളിൽ പല വ്യക്തികളാൽ എഴുതപ്പെട്ടതാണ് ബൈബിളെങ്കിലും ദൈവം ഒരിക്കലും ബൈബിൾ എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്തിനാണ് ബൈബിൾ എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വ്യക്തികളും അവരവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഉണ്ടായ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ എഴുതാനായിട്ടുള്ള ആ എഴുത്തുകാർക്ക് പ്രചോദനമായ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദ ജനങ്ങൾ എപ്പോഴും ക്യാപ്റ്റിവിറ്റിയിലായിരുന്നു. ഈജിപ്തിൽ ക്യാപ്റ്റിവിറ്റിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു സാമ്രാജ്യം, കനാൻ ദേശം കിട്ടി. അവിടെ വന്ന് താമസിക്കുമ്പോഴും പല സന്ദർഭങ്ങളിലും അയൽ രാജ്യങ്ങൾ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഇവരെ അടിമത്തത്തിനകത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അവർക്കൊരു നായകൻ, ദാവീദിനെ പോലെ ശലോമോനെ പോലെയൊക്കെ കായികക്ഷമതയുള്ള, നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ഒരു നായകനെ അവർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ മൂപ്പന്മാർ, പ്രവാചകന്മാരൊക്കെ ഞങ്ങൾക്ക് ഇനി ഒരു രക്ഷകനെ വേണമെന്നുള്ള ആ ഒരു കൺഫെഷൻ, പ്രൊക്ലമേഷൻ അവർ പലപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ എപ്പോഴും അവരുടെ നായക സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു സമയത്ത് അബ്രഹാമായിരുന്നു, അത് കഴിഞ്ഞിട്ട് മോസസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ദാവീദായിരുന്നു, അത് കഴിഞ്ഞിട്ട് ശലോമാനായിരുന്നു. അപ്പോൾ ഇതേപോലുള്ള വ്യക്തികൾ, വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി ഞങ്ങൾക്കിനി നായകനായിട്ട് വേണമെന്നുള്ള അവരുടെ ആവശ്യം വളരെ ശക്തമായിരുന്നു. അപ്പോൾ ആ പ്രൊക്ലമേഷൻസ്, ആ കൺഫെഷൻസാണ് പല പ്രവാചകന്മാരും അവരുടെ ആ ഡിവൈനിറ്റിയിൽ നിന്ന്, ആ ഡിവൈൻ പവറിൽ നിന്ന് അവർ കൺഫസ് ചെയ്തത്. ഇപ്പോൾ നമ്മളതിൻ്റെ ബൈബിൾ കോണ്ടക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവചനങ്ങളെന്ന് പറയാം, അല്ലെങ്കിൽ പ്രോഫസീസ് എന്ന് പറയാം. ആ പ്രോഫസീസ് നടത്തിയ വ്യക്തികളെയാണ് നമ്മൾ പ്രവാചകന്മാർ, പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി വരണം എന്നുള്ളത് യഹൂദന്മാരുടെ ആവശ്യമായിരുന്നു. സോ അത്തരത്തിലുള്ള പ്രോഫസിയൊക്കെയാണ് ബൈബിളിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സോ ബൈബിൾ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണ്. പക്ഷേ അത് ആർക്ക് റിലവൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനങ്ങൾക്കാണ്. ഇനി നമ്മെപ്പോലുള്ള വ്യക്തികൾക്ക് ബൈബിളിനകത്ത് നിന്ന് എന്താ എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റിൻ്റെ ഡിസൈബിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ പഠിപ്പിച്ച ഒരു ആത്മീയത, ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. നമുക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ എസൻസിനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ എടുക്കാം. അതാർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ആത്യന്തികമായി ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇസ്രായേൽ ജനങ്ങളെയാണ്. അവരുടെ ഡെലിവറൻസിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ ബൈബിൾ ഈസ് ഓൾവേസ് ട്രൂ, ഓൾവേസ് ജെനുവിൻ.